ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ പ്രബിന്നെയും കൊണ്ട് ഞങ്ങളിതാ സ്കൂളിലേക്കൊരു യാത്ര പോവുകയാണ്. അങ്ങനെ സ്കൂളിൽ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുന്നതാണ് ഞങ്ങളെ വീഡിയോ എടുത്തത്. പോയപ്പോൾ ഞങ്ങൾ എടുത്തില്ല, കാരണം അവന് ഫസ്റ്റ് ടൈമാണ് അവന് ഈ ഒരു വീൽ ചെയർ അവന് ഓട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അവന് വണ്ടി ഓടിക്കാനും. പിന്നെ പേടിയൊക്കെ ആയിരുന്നു മെയിൻ റോഡിലൊക്കെ കയറിയ സമയത്ത്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. പിന്നെ തിരിച്ചു വന്നപ്പോൾ മെയിൻ റോഡെല്ലാം കഴിഞ്ഞ് താഴെ നമ്മൾ ചെറിയ റോഡിലോട്ട് ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും അവൻ നല്ല ഹാപ്പി ആയിട്ട് പോയിട്ട് വന്നു. അത് കഴിഞ്ഞ് ഒരു ചായ കുടിക്കാനായിട്ട് കടയിൽ നിർത്തിയതാണ്. അപ്പോൾ അവിടെ ഒരു ചായക്കടയിൽ നിന്ന് ചായ വാങ്ങിക്കൊടുത്തു. ഇതവൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും ഒരു ചായ കുടിച്ചിട്ടാണ് അടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചത്. അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിൽ നിന്ന് താഴെ ഇറങ്ങി അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അവന് വലിയ പേടിയാണ് വലിയ വണ്ടികളൊക്കെ വരുമ്പോഴും. പിന്നെ ഈ ചെറിയ കുണ്ടും കുഴിയൊക്കെ കാണുമ്പോൾ അവന് നല്ല പേടിയാണ്. അങ്ങനെ പേടിച്ചാണ് അവൻ വണ്ടി ഓട്ടിക്കുന്നത്. അത് നമുക്കറിയാൻ പറ്റുന്നുണ്ട് അവൻ്റെ ആ ഒരു പേടിയൊക്കെ. എന്തായാലും വലിയൊരു കയറ്റം കയറിയപ്പോൾ നന്നായിട്ട് പേടിച്ചു. സ്കൂളിലോട്ട് പോയപ്പോഴും അങ്ങനെ തന്നെയാണ്. അവൻ നല്ല പേടിച്ചാണ് പോയത്. ഞാൻ പുറകിലുണ്ടല്ലോ എന്നുള്ള ഒരു ബലത്തിലാണ് അവൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവൻ കയറ്റം കയറുന്ന സമയത്ത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയങ്ങളിൽ ഞാൻ അവനൊരു കൈത്താങ്ങായിട്ട് അവന് കൈ പിടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവന് എന്തായാലും കയറ്റം കയറി, വല്ല വേദനയും അവൻ കയറ്റം കയറി. അങ്ങനെ കയറ്റം കയറി വന്ന സമയത്ത് ചെറുതായിട്ട് ചാറ്റൽ മഴ തുടങ്ങി. ഇതിപ്പോൾ അവിടെ വന്ന് സ്റ്റോപ്പായതാണ് കേട്ടോ. അവിടെ അവന് പേടിച്ച് ഒരു കുഴിയിലോട്ട് വീൽ പോയപ്പോൾ അവൻ അവിടെ നിന്ന് പേടിച്ചു. പിന്നെ അവൻ തന്നെയാണ് കയറി വരുന്നത്. പക്ഷെ ഞാൻ പുറകിലൊരു താങ്ങായിട്ട് നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അവൻ്റെ ആ പേടി ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കൈ പിടിച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പിടിച്ച് താങ്ങിയെന്നേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല ഞാൻ. അങ്ങനെ മഴ ചാറാൻ തുടങ്ങി കേട്ടോ. ഇനി വലിയ മഴ വരുന്നതിന് മുമ്പേ വീടെത്തണം എന്നുള്ള ഒരു വെപ്രാളത്തിലിങ്ങനെ സ്പീഡിൽ വന്നുകൊണ്ട് വരികയാണ്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെ ടീച്ചേഴ്സിനെയും സാറിനെയും HMനെയും എല്ലാവരെയും കണ്ട് നമുക്ക് അവർ മുഖേന കൂടെ ചേർന്നാണ് നമ്മൾ സ്കൂളിൽ നിന്ന് ഈ ഒരു വീൽ ചെയർ തന്നിരിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം നന്ദി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാർഡ് മെമ്പറല്ല, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് വഴിയാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്, ഈ വീൽ ചെയർ. അപ്പം അവർക്കും നമ്മുടെ ഗേൾസ് ഹൈ സ്കൂളിനും എല്ലാവർക്കും കൂടെ ഒരു നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളവിടെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. എന്തായാലും അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഈ ചെറിയ റോഡൊക്കെ കയറി ഞങ്ങളിത് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവീൺ നല്ല ഹാപ്പിയാണ്. ആരെയും നോക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, പേടിച്ചിട്ടാണ് വണ്ടിയിലിരിക്കുന്നത്. പേടി എന്ന് പറഞ്ഞാൽ നല്ല പേടിയാണ്. അമ്മ പുറകിലുണ്ടോ എന്നുള്ളതാണ് അവൻ്റെ ഒരു പേടി. കാരണം മറിഞ്ഞു പോകുമോ എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു പേടിയൊക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പറയുകയും ചെയ്തു, അമ്മ എനിക്ക് നല്ല പേടി തോന്നുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ഹാപ്പിയായി. അവന് വീടെത്തും തോറും ഭയങ്കര സന്തോഷത്തിലാണ് അവൻ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മഴ നല്ലപോലെ ചെറുതായിട്ട് ചാറി വീഴാനൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങളും പേടിച്ചു. നല്ല കാറ്റൊക്കെ തുടങ്ങിയതാണ്. എത്രയും പെട്ടെന്ന് വീട്ടിൽ എത്തണമെന്നുള്ള കുറച്ച് സ്പീഡിലൊക്കെയാണ് അവൻ വന്നത്. മഴ ചാറാൻ തുടങ്ങിയപ്പോൾ, കാരണം ഹീമോ എല്ലാം കഴിഞ്ഞതല്ലേ ഉള്ളൂ, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു പേടിയും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഏകദേശം വീടെത്താറായി. ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൽ ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞതിലും പിന്നെ നമുക്ക് ഈ ഒരു വീൽ ചെയർ തന്ന ബ്ലോക്ക് പഞ്ചായത്തിനും സ്കൂളിലും, അതായത് HSS
ഗേൾസ് സ്കൂളാണ്. അപ്പോൾ അവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി ഞങ്ങളെ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം പ്രബിന് നല്ല ഹാപ്പിയാണ്, അതിൻ്റെ ഒരു സന്തോഷവും ഉണ്ട്. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അവന് കാലിലൊക്കെ വേദനയുണ്ട്, എന്നാലും അവൻ നല്ല അഡ്ജസ്റ്റ് ചെയ്ത് അവനിരിക്കുകയാണ്. ആ വണ്ടി ഓടിച്ച് അവന് റോഡിലൊക്കെ പോകാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവൻ ആദ്യം ഈ 2.5 വർഷങ്ങൾക്ക് ശേഷം അവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു വണ്ടിയിലിരുന്ന് നടന്നു പോണത് പോലെ അവന് അത്രയും ഒരു ഹാപ്പി ആയിട്ട് അവൻ പോയി. എല്ലാവരെയും കണ്ടു, ഒത്തിരി ആൾക്കാരെ കണ്ടു, സംസാരിച്ചു. ഞങ്ങൾ ഈ പോകുന്നതിനും വരുന്നതിൻ്റെ ഇടയിൽ ആ ഒരു സന്തോഷം അവൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം വീടെത്താറായി വരികയാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.